നമ്മളിപ്പോൾ നിൽക്കുന്നത് സോമർസെറ്റ് സെയിന്റ് തോമസ് സിയോ മലബാർ ചർച്ചിന്റെ മുന്നിലാണ്. പള്ളിയുടെ പുറകിലായിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ. ഇവിടെയാണ് ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പള്ളിയുടെ ഉള്ളിലും പള്ളിയുടെ പുറത്തുമായിട്ട് ഒട്ടനവധി ഇടവക അംഗങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അക്ഷീണം പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ട്രസ്റ്റിമാരുടെ നേതൃത്വത്തിലും അച്ഛന്മാരുടെ നേതൃത്വത്തിലുമായിട്ടാണ് ഇവിടുത്തെ എല്ലാ പ്രിപ്പറേഷൻസും നടക്കുന്നത്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഡോക്ടർ എബ്രഹാം മാത്യുവിനോടൊപ്പമാണ്. മനോജ് ചേട്ടൻ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന ഡോക്ടർ എബ്രഹാം മാത്യു ആണ് ഈ ഒരു യൂക്രിസ്റ്റി കോൺഗ്രസിന്റെ കണ്ടന്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് മനോജ് ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യാവോ? നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ തീം എന്ന് പറയുന്നത് ഐ ആം ദ ലിവിങ് ബ്രെഡ്. ഞാനാണ് ജീവിക്കുന്ന ജീവനുള്ള അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്നുള്ള വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ കോൺഫറൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഐ ആം നമ്മുടെ കർത്താവ് തൻ്റെ പേര് വെളിപ്പെടുത്തുന്നത് ഞാനാകുന്നു എന്ന് പറയുന്ന ആ ഒരു ചിന്തയാണ് നമ്മൾ പ്രധാനമായിട്ട് ധ്യാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് കാരണം നമ്മളുടെ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകൾ വാസ്തവത്തിൽ പിതാവായ ദൈവത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ്. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കാതില്ല. ദ കുർബാന ഈസ് ഓഫേർഡ് ടു ദ ലോർഡ് ഓഫ് ഓൾ. സകലത്തിൻ്റെയും നാഥന് കുർബാന അർപ്പിക്കുന്നു. അപ്പം അങ്ങനെ കുർബാന എന്ന് പറയുന്നത് പുത്രനായ ഈശോ മിശിഹ പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയാണ്. ആ ബലിയിൽ നമ്മൾ പങ്കാളികളാകുകയാണ്. അതുകൊണ്ട് കുർബാനയ്ക്ക് നമ്മൾ വരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്നും പിതാവായ ദൈവത്തോടാണ് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്നതെന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരും വന്നെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ തീം. നാളത്തെ ദിവസം നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഐ ആം ദ ലിവിങ് ബ്രെഡ്, ജീവനുള്ള അപ്പം ഞാനാകുന്നു. വെറുതെ ഭക്ഷിക്കുന്ന ഒരു അപ്പമല്ല, ജീവനുള്ള അപ്പം എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ, എന്താണ് ഈ ജീവനുള്ള അപ്പം എന്നുള്ളത് കൊണ്ട് നമുക്കുണ്ടാകേണ്ട അനുഭവം, അതിനെക്കുറിച്ചാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം പ്രധാനമായിട്ട് ചിന്തിക്കുക. മൂന്നാമത്തെ ദിവസത്തെ ഫോക്കസ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം, ഇറങ്ങി വരുന്ന അപ്പമാണ് ഈശോ. നമുക്കുള്ളൊരു വിളി അതാണ്, ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. അപ്പം സ്വയം ഇല്ലാതായി തീരാനായിട്ട്, മുറിയപ്പെടാനായിട്ട് ഒക്കെ ഇറങ്ങി വന്നിരിക്കുന്ന ഈശോ വിശുദ്ധ ബലിയിൽ ഈ കുർബാനയിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നു. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു ചലഞ്ചും, സുവിശേഷവൽക്കരണത്തിനുള്ള ഒരു ചലഞ്ചാണ്. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുക. നമ്മൾ അതിനായിട്ടൊരു വി ഹാവ് ടു പേ എ പ്രൈസ്, അതിനായിട്ടൊരു കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ എടുക്കണം. അത് എടുക്കാനായിട്ടുള്ള ഒരു ചലഞ്ച് ഈ ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ മൊത്തത്തിലുള്ള ഒരു തീമിന്റെ ഡെവലപ്മെന്റ്. തീർച്ചയായിട്ടും സ്വീകരിച്ച നാഥനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തീമാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായത്. അതിനോടൊപ്പം തന്നെ മനോജേട്ടന് 8 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഈ ഡയസിന്റെ വലിയൊരു എന്താ പറയുന്ന ഒരു സമ്പത്താണെന്ന് തന്നെ പറയാം. അവരെങ്ങനെയാണ് മനോജേട്ട ഈ ഒരു പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? ഈ പ്രോഗ്രാമിലേക്ക് വാസ്തവത്തിൽ എൻ്റെ 2 പിള്ളേരാണ് പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവർ കൊയറിന്റെ പ്രാക്ടീസിൽ പാട്ട് പാടാനായിട്ട് അവർക്ക് അതിനുള്ള സ്കില്ലുള്ളതുകൊണ്ട് അവർ അതിൽ മെയിനായിട്ട് പങ്കാളികളാകുന്നുണ്ട്. ഒത്തിരി താങ്ക്സ് മനോജേട്ട. മനോജേട്ടന്റെ കുടുംബം രൂപതയ്ക്കും നമ്മുടെ ഇടവകൾക്കും എല്ലാം ചെയ്യുന്ന നന്മകൾക്ക് ഷെക്കിന ടിവിക്ക് വേണ്ടിയിട്ടും രൂപതയ്ക്ക് വേണ്ടിയിട്ടും ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ചുംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സിസ്റ്ററെ. സ്തുതിയായിരിക്കട്ടെ. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് സിസ്റ്റർ ആഗ്നസ് മൊറിയ MS അമ്മയോട് കൂടിയാണ്. സിസ്റ്റർ ആണ് നമ്മളുടെ ഇന്നത്തെ യൂക്രിസ്റ്റി കോൺഗ്രസിലെ കുഞ്ഞുങ്ങളുടെ എല്ലാ റിട്രീറ്റുകളും ലീഡ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്ററിനോട് നമ്മൾക്ക് ഇന്നത്തെ പ്രിപ്പറേഷൻസിനെ പറ്റിയും അതോടൊപ്പം തന്നെ ഡയസിസിലെ മിഷൻ ലീഗിന്റെ കോർഡിനേറ്ററും ഡയറക്ടറുമാണ് സിസ്റ്റർ. അപ്പോൾ നമ്മൾക്ക് സിസ്റ്ററെ നമുക്ക് പരിചയപ്പെടാം. ഷെക്കിന ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി സിസ്റ്ററെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സിസ്റ്ററെ. സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ് സേവനം ചെയ്യുന്നത്? സിസ്റ്ററിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഷെക്കിന ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ ഒരു 21 വർഷമായിട്ട് ഹ്യൂസ്റ്റൺ ബേസ് ചെയ്യാതാണ്. ഞങ്ങൾക്ക് അവിടെ 2 കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ പെയർലാൻഡ് കമ്മ്യൂണിറ്റിയിൽ സേവനം ചെയ്യുന്നു. ഒപ്പം ഞാനൊരു സോഷ്യൽ വർക്കർ കൂടിയാണ്. ഞാൻ മൺഡേ ത്രൂ ഫ്രൈഡേ ഒരു സോഷ്യൽ വർക്ക് ഫീൽഡിൽ സൈക്യാട്രിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. മോസ്റ്റ് ഓഫ് ദ ടൈമിൽ വീക്കെൻഡിലെല്ലാം ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സിസ്റ്റർ ഇപ്പോൾ രൂപതയുടെ മിഷൻ ലീഗിന്റെ ഡയറക്ടർ കൂടിയാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ സിസ്റ്റർ വന്ന് ഒത്തിരി കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ മിഷൻ ലീഗ് വഴിയായിട്ട് സിസ്റ്റർ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിലേക്ക് ഈ 5ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങളെ നയിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാമോ? ഞാനിങ്ങനെ രൂപതയിൽ പല ഇടവകളിലും കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ചെയ്യാറുണ്ട്. എൻ്റെ ഒരു മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്ത, ഈശോയിലേക്ക് കുഞ്ഞുങ്ങളെ അടുപ്പിക്കാൻ എങ്ങനെ സാധിക്കും? അത് കൊച്ചുത്രേസ്യ, ഒരു പേറ്റൻ സെയിന്റ് മിഷ്ലിന്റെ കൊച്ചുത്രേസ്യാണ്.
കൊച്ചു വഴിയിലൂടെ, ചെറിയ വഴികളിലൂടെ ഈശോയിലേക്ക് അടുത്തൊരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു കുറുക്ക് വഴിയിലൂടെ ഈശോ എങ്ങനെ സ്നേഹിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അതാണ് മിഷ്ലിന്റെ ഒരു എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ചിന്ത അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പം വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി നമ്മുടെ അമേരിക്ക കുഞ്ഞുങ്ങൾ കുറവാണ്. അപ്പൊ അത് ഇപ്പൊ ഈ ക്രിസ്ത്യൻ കോൺഗ്രസ് വന്നപ്പോഴും എന്നോട് ഇത് ക്ലാസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് എങ്ങനെ കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക്, അതാണ് സെന്റർ എന്ന് കുഞ്ഞുങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒത്തിരി നല്ലൊരു മിഷനാണ് സിസ്റ്റർ. ഞങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഈശോയിലേക്ക് കൂടുതലായിട്ട് മിഷനിലുകൾ വഴി അടുപ്പിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാഗം നയിക്കുന്നത് സിസ്റ്ററും സിസ്റ്ററിന്റെ ടീം അംഗങ്ങളുമാണ്. അപ്പോൾ സിസ്റ്റർ അതിന്റെ ചെറിയൊരു പ്ലാൻ ഞങ്ങൾക്ക് ഷെയ്ക്കിന ടിവിയുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ഇന്നത്തെ ഈ 3 ദിവസങ്ങൾ നമ്മൾ ഉത്തേക്കുന്നതാണ് ഐ ആം ദ ലിവിങ് ബ്രെഡ് കമ്മിങ് ഡൗൺ ഫ്രം ഹെവൻ. സോ ദ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഈശോ ആരാണ്, ഐ ആം ഹു ഐ ആം, ആ ഒരു പോയിന്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നത്തെ സാറ്റർഡേയിലും സൺഡേയിലുമായിട്ട് പരിശുദ്ധ കുർബാനയിലേക്ക് കുഞ്ഞുങ്ങളെ അടുപ്പിക്കാൻ അതിനുള്ള ക്ലാസ്സുകളാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈശോ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സജീവ സാന്നിധ്യത്തെ കുഞ്ഞുങ്ങൾക്കൊന്ന് ബോധ്യമാക്കി കൊടുക്കുക എന്നാണ് ഉദ്ദേശം. ഓക്കെ. അപ്പൊ അതിനായിട്ട് സിസ്റ്ററെ വിശുദ്ധ കുർബാനയെ അവരെ പഠിപ്പിക്കുന്നുണ്ടോ, അതോ വിശുദ്ധ കുർബാനയിൽ അഡറേഷനിൽ ഇരിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ടൊക്കെ തയ്യാറാവുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സിമ്പിൾസ്, സ്ട്രക്ചർ, അതുപോലെ തന്നെ അഡോറേഷൻ, അതിന്റെ പ്രാക്ടിക്കൽ ലെവലും കൂടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും പിന്നെ ഒരു എക്സിബിഷൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൂടെ എല്ലാം കുർബാനയിലേക്ക് കുഞ്ഞുങ്ങളെ അടുപ്പിക്കാനുള്ള ഒരു ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 ദിവസങ്ങളിലായിട്ട്. ഓക്കെ, താങ്ക് യു സിസ്റ്ററെ. ഷെയ്ക്കിന ടിവിയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ ഒരു യുക്രിസ്റ്റിക് കോൺഗ്രസിൽ പങ്കെടുക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സിസ്റ്ററിന് എന്ത് ഒരു മെസ്സേജാണ് കുഞ്ഞുങ്ങളെ കുർബാനയിലേക്ക് അടുപ്പിക്കാനായിട്ട് എന്ത് കുടുംബത്തിൽ ചെയ്യണമെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? എൻ്റെ ഒരു മനസ്സിൽ കാണുന്ന പേരൻസ് കുഞ്ഞുങ്ങളെ കുർബാനയ്ക്ക് പേരൻസ് പോവുകയും ഒപ്പം കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയും ആ കുർബാനയുടെ ഇമ്പോർട്ടൻസ് ടീച്ചേഴ്സിനേക്കാൾ ഉപരിയായിട്ട് മാതാപിതാക്കൾക്കാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. ആ ഒരു എനിക്ക് തോന്നുന്ന മാതാപിതാക്കൾക്ക് ഒരു അനുഭവം പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹോളി കമ്മ്യൂണിയൻ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്ററാണ് 20 വർഷമായിട്ട്. അപ്പൊ എൻ്റെ ഒരു മനസ്സിൽ കടന്നു വരുന്നത് പേരൻസ് കൊണ്ടുപോകണം, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കുഞ്ഞുങ്ങളെ കൊണ്ടിരുത്തി ആരാധനയിൽ ഈശോ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് പഠിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പേരൻസിനോട്. ഒത്തിരി താങ്ക്സ് സിസ്റ്ററെ. വീണ്ടും ഷെയ്ക്കിന ടിവിക്ക് വേണ്ടി സിസ്റ്റർ ആഗ്നസിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഷാജി ജോൺ ചേട്ടനാണ്. ചേട്ടൻ കോപ്പൽ സെയിന്റ് അൽഫോൺസ ഇടവക അംഗമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു യുക്രിസ്റ്റിക് കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അപ്പോൾ ഷാജി ചേട്ടാ, വെൽക്കം ടു ഷെയ്ക്കിന ടിവി. ഇതിന്റെ ഒരു പ്രിപ്പറേഷൻസിനെ പറ്റി ഷാജി ചേട്ടൻ ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? ഒത്തിരി വർഷങ്ങളുടെ ഒത്തിരി മാസങ്ങളുടെ പ്രിപ്പറേഷൻ, മോർ ദാൻ 6 മന്തിൽ കൂടുതലായി ഇത് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇത് രൂപത ലെവലിൽ നിന്നും എല്ലാ നമ്മുടെ ചർച്ചുകളിലും അതിൻ്റെ ഓരോ കോർ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അതിലൊരു മെമ്പറാണ് ഞാൻ. സെന്റ് അൽഫോൺസ ചർച്ചിന്റെ നമ്മുടെ സെന്റ് അൽഫോൺസ ചർച്ചിൽ നിന്ന് ഏകദേശം 50ഓളം ആൾക്കാർ ഇതിന് വരുന്നുണ്ട്. ഇന്നും നാളെയായിട്ട് അവരെത്തും. മോസ്റ്റ് പ്രോബ്ലി എല്ലാവരും തന്നെ ഫ്ലൈറ്റൊക്കെ ആയത് കാരണം കുറച്ച് EWR എയർപോർട്ടിൽ കുറച്ച് ഡിലേസ് ഉണ്ട്. ബട്ട് എവരിബഡി ഈസ് കമ്മിങ്. ഇത് രജിസ്ട്രേഷൻ കൗണ്ടറാണ്. വരുന്നവരെല്ലാം രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇവർ നന്നായി തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഈ ചർച്ചുകാർ. ഞാൻ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട്. ഓർഗനൈസിംഗ് കമ്മിറ്റിയായിട്ട് മുമ്പ് വർത്താനം പറഞ്ഞു. എല്ലാം ലാസ്റ്റ് 2 days ഇവിടെ അല്പം കോൾഡ് വെതറും മഴയൊക്കെ ആയിരുന്നു. അവരെല്ലാം തന്നെ ഓവർകം ചെയ്ത് ഇറ്റ്സ് എവറിത്തിങ് സെറ്റ് ടു ഗോ. ഓക്കെ, അത് എത്ര പേര് വന്നാലും എനിക്ക് 1500 പേരോളം ആണ് ഇന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സൺഡേ അനദർ 1000 മോർ ആൾക്കാർ, ഓൾമോസ്റ്റ് 2000 to 3000 ആൾക്കാരാണ് സൺഡേ ദ മെയിൻ ഈവന്റ്, യൂക്കറിസ്റ്റിക് കോൺഗ്രസിന്റെ ഫൈനൽ ക്ലോസിംഗ് സെറമണി. അതിനുവേണ്ടി അത്രയും പ്രിപ്പയർഡ് ആണ്. എവറിത്തിങ് 3 നേരം ഫുഡും എവറിത്തിങ് ഇസ് പ്രിപ്പയർഡ്. വെൽ പ്രിപ്പയർഡ് പ്രോഗ്രാമാണ് ഞാൻ കണ്ടിട്ടത്. ഇപ്പൊ ഇതിന്റെ ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് മാസങ്ങളായിട്ട് ഒത്തിരി സൂം മീറ്റിങ്ങുകളും എല്ലാം ഷൈച്ചൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതോടൊപ്പം തന്നെ ഇടവകയെ ചേർത്ത് നിർത്താനും എല്ലാമായിട്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ? അതെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ആരാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്? അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ. ഇതിന്റെ വെരി കോർ കമ്മിറ്റി ഒരു 10 ആൾക്കാരാണ്. അവർ വെബ്സൈറ്റ് ത്രൂവിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് ഫൈനൽ ക്ലോസിംഗ് സെറമണിക്ക് മാത്രം വരുന്നവർക്ക് വേണ്ടി വേറെ രജിസ്ട്രേഷൻ ഉണ്ട്. എവറിത്തിങ് ഈസ് ഓൺലൈൻ നൗ ഡേയ്സ്. അതിന്റെ പ്രത്യേകമായിട്ട് അവരുമായിട്ട് ഞങ്ങൾക്കുള്ള മെയിനായിട്ട് ഇടവകയിലെ റെപ്രസെന്റേറ്റീവ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എത്ര പേര് വരുന്നുണ്ട്. എസ്പെഷ്യലി അവർ കൂടുതൽ ആൾക്കാർ വേറെ ഇടവകയിൽ നിന്ന്, ഇവിടുന്ന് തന്നെ ഈ ഇടവകയിൽ നിന്ന് കൂടുതൽ അവർക്ക് വേണ്ടിയിരുന്നത് ഔട്ട്സൈഡ് ഇടവകയിൽ നിന്നും വരിക എന്നുള്ളതായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു സക്സസ് ആണ്. നമ്മുടെ കുപ്പയിൽ നിന്ന് 50 പേര്, ഗാർലൻഡിൽ നിന്ന് ഏകദേശം 40ഓളം പേര്, അതുപോലെ ഹൂസ്റ്റൺ, എവ്രി ഇവൻ ഷിക്കാഗോയിൽ നിന്ന് 3 ബസ്സിനാണ് അവർ വരുന്നത്.
സോ ഇത് സ്പ്രെഡ് അറൌണ്ട് US-ലാണ് നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ നമ്മുടെ രൂപതയിൽ. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ബെസ്റ്റ് വൺ. ഇതിന്റെ ഒരു ഔട്ട്കം എന്തായിട്ടാണ് ഷായ്ചേട്ടൻ ഒരു വർഷങ്ങൾക്ക് ശേഷം ഇതിൽ നിന്നുണ്ടാകാൻ പോകുന്ന ഒരു ഫലം എന്തായിരിക്കും എന്നാണ് ഷായ്ചേട്ടൻ രണ്ട് കാണുന്നത്? വിധത്തിലാണ്. ഒന്ന് യൂത്ത് കോർഡിനേഷൻ, അതാണ് വൺ ഓഫ് ദ മെയിൻ തിങ്. ഇപ്പൊ കാണാം രജിസ്ട്രേഷൻ കൗണ്ടറിലൊക്കെ ഇരിക്കുന്നത് ഇവിടുത്തെ യൂത്ത് മെമ്പേഴ്സ് ആണ്. അതുപോലെ ഇതിന്റെ കോർ കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ യൂത്ത് മെമ്പേഴ്സാണ് ഉള്ളത്. ഒന്നത്. രണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ 25th ആനിവേഴ്സറി കിക്ക് ഓഫും കൂടെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് കഴിയുമ്പോഴത്തേക്ക് സൺഡേ ആണ് കിക്ക് ഓഫ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഗെയിൻ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ യൂത്ത്, ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും. കാരണം നമ്മളൊക്കെ പോയാലും നെക്സ്റ്റ് ജനറേഷൻ ഈ സീറോ മലബാറിനെ എങ്ങനെ നയിക്കണം എന്നുള്ളതിന്റെ ഒരു വെരി ക്രിട്ടിക്കലി ആൻഡ് വെരി സീരിയസ്ലി ടേക്കിംഗ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു രൂപതയെ ഒരു യുവതലമുറ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യമാണ് നമ്മുടെ രൂപതയിൽ നിന്ന് 7 അച്ഛന്മാരുണ്ടായിരിക്കുന്നതും 10 സെമിനാരിയൻസും ഉണ്ട്. അപ്പൊ ഒത്തിരി താങ്ക്സ് ഷായ്ചേട്ടാ ഇതിനുവേണ്ടി ചെയ്ത എല്ലാ വർക്കിനും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ ഇപ്പോൾ ചേരുന്നത് ഈ ഇടവക മെമ്പർ ആയിട്ടുള്ള നിഷയാണ്. നിഷയോട് ചോദിക്കാൻ മാസങ്ങളായിട്ട് ഇവരെങ്ങനെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരുന്നതെന്നും ഇവരിവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് എല്ലാ രജിസ്ട്രേഷനും ചെയ്യുന്നത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ടാഗും എല്ലാം പ്രിന്റഡ് ആയിരുന്നു. അതിനെപ്പറ്റിയുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ചോദിക്കാം. നിഷ, വെൽക്കം ടു ഷെക്കീന TV. താങ്ക് യു സോ മച്ച്. ഞങ്ങള് കുറെ നാളായി ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഞങ്ങൾ യൂക്രിസ്റ്റിക് അഡോറേഷൻ നടത്തുന്നു, ഇതിനുവേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്നു. പിന്നെ അച്ഛനാണെങ്കിലും അതിനുവേണ്ടിയുള്ള ഒത്തിരി പ്രിപ്പറേഷൻ. ഞങ്ങളുടെ വികാരി അച്ഛൻ ടോണി അച്ഛൻ, he is also preparing so much for that. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനകളും അഡോറേഷനും എല്ലാം ഇതിന്റെ കൂടെ പോകുന്നുണ്ട്. അതുകൂടാതെ ബാക്കി ഉള്ള ഒരുക്കങ്ങൾ, അത് ഫാദേഴ്സിന് ഒരു ഗ്രൂപ്പ് ഉണ്ട്, മദേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. അവര് ഡെക്കറേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരു സ്കിറ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. യൂക്രിസ്റ്റിക് കോൺഫറൻസിനെ കുറിച്ചുള്ള ഒരു സ്കിറ്റ് നാളെ വൈകിട്ടല്ലേ? സാറ്റർഡേ വൈകിട്ട്. വി ആർ ഓൾസോ വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. അത് നല്ലൊരു പ്രിപ്പറേഷൻ ആണ്. ഭയങ്കര ഒരു പ്രിപ്പറേഷൻ ആണ്. അതിന്റെ റെക്കോർഡിംഗും എല്ലാം. അഡൽട്ടും കുട്ടികളും എല്ലാവരും ഉണ്ടോ അതില്? ഇല്ല, കൂടുതൽ യൂത്ത് ആണ്. അപ്പം അതൊരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും തരുന്നത്. ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറെ നാളത്തെ പ്രിപ്പറേഷൻ ആയിരുന്നു. ഇറ്റ്സ് കമ്മിങ് ട്രൂ ആക്ച്വലി. ഈ ചെക്കിംഗ് എല്ലാം നമ്മള് എല്ലാം ഓൺലൈൻ ആണ്, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. വി ഹാവ് എ ആപ്പ് ഡൗൺലോഡഡ്, ചെക്ക് ഇൻ ബൈ വിക്സ്. അതിപ്പോ ആ ആപ്പിലൂടെയാണ്. പിന്നെ പ്ലസ് ഞങ്ങള് ഇതിൽ കൂടെ ഫൈൻഡ് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആപ്പിൽ കൂടെ സെർച്ച് ചെയ്ത് അവരെ ചെക്ക് ഇൻ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഷെക്കീന TV. സെയിന്റ് തോമസ് ചർച്ച്, സോമർസെറ്റ്, ന്യൂ ജേഴ്സി.